നമസ്കാരം. എല്ലാ സഹോദരി സഹോദരന്മാർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആഡംബര ജീവിതം കുറച്ചുപ്പ ചവിട്ടിക്കുന്നു. പ്രിയ സഹോദരി സഹോദരന്മാരെ, ക്രിസ്തീയ ജീവിതം നമുക്ക് ബൈബിൾ വായിക്കുമ്പോൾ മനസ്സിലാവുന്നത് കർത്താവിന്റെ ജീവിതം വളരെ സിമ്പിൾ ആയിരുന്നു. കർത്താവിന്റെ ജനനം കാലിത്തൊഴുത്തിൽ, കർത്താവിന്റെ പ്രാർത്ഥന മലയുടെ മുകളിൽ, കർത്താവിന്റെ ജീവിത സാഹചര്യങ്ങൾ വളരെ പാവപ്പെട്ട രീതിയിലായിരുന്നു. കർത്താവ് ശിഷ്യന്മാരോടെ ജീവിക്കുകയും സാധാരണക്കാരോടെ നടക്കുകയും ഏറ്റവും സമൂഹത്തിൽ തള്ളപ്പെട്ടവരുടെ ഭക്ഷണം കഴിക്കുകയൊക്കെ ചെയ്തു. നമ്മുടെ കർത്താവിന് വസ്ത്രങ്ങളും പരിമിതിയെ കുറവായിരുന്നു. ബൈബിൾ പറയുന്നത് ഇങ്ങനെയാണ്: നമ്മുടെ കർത്താവ് സാധാരണക്കാരിൽ സാധാരണക്കാരനെ ജീവിച്ചു. നമ്മുടെ കർത്താവിന്റെ ശിഷ്യന്മാരോട് കർത്താവ് അപ്പോസ്തലന്മാരെ നിയോഗിച്ചയക്കുമ്പോൾ കർത്താവ് കുറെ നിബന്ധനകൾ പറയുന്നുണ്ട്. ആ നിബന്ധനകളിലും സാധാരണ ഒരു ജീവിതം നയിക്കണമെന്നാണ് കർത്താവ് ആവശ്യപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഇങ്ങോട്ട് നമുക്ക് നോക്കുമ്പോൾ വിവിധ വിഭാഗങ്ങളിൽ നിന്ന്, ജാതികളിൽ നിന്ന്, വംശങ്ങളിൽ നിന്ന് വിളിച്ച് വിവരിക്കപ്പെട്ട ഒരു വലിയ സമൂഹം പെന്തക്കോസ്ത് സമൂഹമായി ദൈവസഭ എന്ന രീതിയിൽ നിൽക്കുമ്പോൾ ഇതിനകത്ത് ആഡംബര ജീവിതം നയിക്കുന്ന അനേകരുണ്ട്. ഈ ആഡംബര ജീവിതത്തിന്റെ പണം എവിടെ നിന്നാണ്? അത് പാരമ്പര്യമായി ലഭിച്ച പണമായിരിക്കാം. അതല്ല, ആ പാരമ്പര്യമായ പണം ലഭിച്ച പണം ഉപയോഗിച്ചുകൊണ്ട് നല്ല വിദ്യാഭ്യാസവും നല്ല ജോലി നേടിയെടുക്കുകയും വിദേശ രാജ്യങ്ങളിൽ ചെന്നെത്തുകയും ചെയ്ത് ഇപ്പോൾ അവർ സമ്പൽ സമൃദ്ധമായി ജീവിക്കുന്നു. അങ്ങനെയുള്ള ആ ജീവിതം നയിക്കുന്ന ആൾക്കാർ, ആഡംബര ജീവിതം നയിക്കുന്ന ആൾക്കാരെ കുറിച്ച് നമ്മൾ കാണാൻ കഴിയും. അത് ക്രിസ്തീയ അനുഗ്രഹമാണെന്ന് പ്രസംഗിക്കപ്പെടുന്നവരുമുണ്ട്. പക്ഷെ അത് എന്ത് തന്നെ ആയിക്കൊള്ളട്ടെ, എന്നാൽ യേശുവിന്റെ ശിഷ്യന്മാരോ ഒന്നിട്ടുള്ള ശിഷ്യന്മാരോ ആഡംബര ജീവിതം നയിച്ചവരായിരുന്നില്ല എന്നാണ് നമുക്ക് പഠിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ ഒരു സാധാരണ ജീവിതവും മറ്റുള്ളവർക്ക് വേണ്ടി സഹായവും ജീവിതം ചെയ്യുന്നതാണ് ക്രിസ്തീയ ജീവിതം. അങ്ങനെയല്ലേ? അങ്ങനെയാണ് ഞാനും വിശ്വസിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കൊരു പാസ്റ്റർ പ്രസംഗം കേൾക്കാം. അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ്: ആഡംബര ജീവിതം നയിക്കുന്നവൻ കുറച്ചു ചവിട്ടിക്കീറും. നോക്കാം. ആഡംബരത്തോടെ ജീവിക്കുന്നവനെ ദൈവം ഏത് ദിവസത്തിലേക്ക് വേണ്ടി വെച്ചേക്കുക? കൊല ദിവസത്തിന്. അതുകൊണ്ട് കയ്യിൽ ആഡംബരം ഉണ്ടെങ്കിലേ മാറ്റിക്കോണം. ഏത് വിഷയത്തിലും ആഡംബരം പാടില്ല. എല്ലാം കർത്താവിൻ്റെ സൗമ്യതയിലും ലളിത. ക്രിസ്തീയ ശിഷ്യത്വം എന്ന് പറഞ്ഞാൽ ലളിത ജീവിതവും പങ്കുവെക്കലും ആർദ്രതയും മനസ്സലിവും ഒക്കെ ഉള്ളതാണ്. അതിലൂടെ അങ്ങോട്ട് പോകുന്നതാണ് യോഗ്യം. ഇല്ലെങ്കിൽ കുഴപ്പമില്ല, കട്ടിലെ കയറ്റിയിട്ടായാലും ബാലശിക്ഷയിലൂടെ ആയാലും ആഡംബരങ്ങൾക്ക് നേരെ ദൈവം ആയുധം എടുക്കും. ലാസ്റ്റ് കട്ടിലേലെങ്കിലും കടന്നുകൊണ്ട് പറയേണ്ടി വരും: ഞാൻ നേടിയതെല്ലാം മിഥ്യേ. തലേ ചൊറിഞ്ഞുകൊണ്ട് പിന്നെ അടുത്ത വരി പാടേണ്ടി വരും: പരതേ. അതുകൊണ്ട് ബാലശിക്ഷ തന്ന് കട്ടിലേ കയറ്റി പാച്ച് വർക്ക്, വണ്ടിയൊക്കെ പണിക്ക് കയറ്റുമ്പോഴേ ഈ ഇഞ്ചൻ പണി ഇല്ലെങ്കിൽ ചെല്ലുകയില്ല, പച്ച വണ്ടി പണിക്ക് കയറ്റി, ആ പണി കയറ്റി വലിയ പണിയൊന്നുമില്ല, ഇഞ്ചൻ പണിയൊന്നുമില്ല, പിന്നെ അതിൻ്റെ പാച്ച് ഓരഞ്ഞട ഒന്ന് റെഡിയാക്കി, ആ ചളുക്കം ഒന്ന് നിവർത്ത്, ആ പീസ് മാത്രം ഒന്ന് സ്പ്രേ ചെയ്ത് ഒന്ന് പോളിഷ് ഇട്ട് റെഡിയാകുന്നു പാച്ച്. അതുകൊണ്ട് കട്ടിലേ കയറ്റി പാച്ചിന് ഇടുന്നതിന് മുമ്പായിട്ട് എന്ത് ചെയ്തോണം? കയ്യിലുള്ള മെനകേടെല്ലാം കട്ടിലേ കയറ്റി പാച്ചിനിട്ട് കഴിഞ്ഞാൽ പിന്നെ പുതപ്പഴുക്കാകും, മരിമോക്ക് പിന്നെ ഉറങ്ങാൻ പറ്റുകയില്ല. ഗ്രഹകാര്യം ക്രമത്തിലാക്കാമെങ്കിൽ എന്ത് ചെയ്യും? കർത്താവ് നീതിമാന്റെ ഉറക്കം എങ്ങനെ ആയിരിക്കും? മരണം എങ്ങനെ ആയിരിക്കും? ഒരു ഉറക്കം പോലെ ആയിരിക്കും. അത് വേണമെന്ന് ആഗ്രഹിക്കുന്നവരൊന്ന് സ്വതന്ത്രം ചെയ്താട്ടെ. നമ്മൾ പറയുന്ന വല്ലവൻ്റെ അവസാനത്തെക്കുറിച്ച് നമ്മൾ ഫോണിൽ കൂടെ ചോദിക്കുന്നത്. നമ്മളെല്ലാവരും വിളിച്ചു ചോദിക്കുന്ന മറ്റുള്ളവരുടെ അവസാനം അല്ലേ? ആശുപത്രി കിടക്കുന്നവരെ വിളിച്ചു ചോദിക്കുക, ഇപ്പം എങ്ങനെയുണ്ട്? മറ്റേ ആളിനെ വിളിച്ചു ചോദിക്കുക, എങ്ങനെയുണ്ട്, അനക്കമുണ്ടോ? മറ്റേ ആളിനോട് വിളിക്കുമ്പോൾ ചോദിക്കും, ശരീരം ചലിക്കുന്നുണ്ടോ, തൊണ്ടക്കുഴിയാണോ ചലിക്കുന്നത്? എല്ലാവർക്കും അറിയേണ്ടത് വല്ലവൻ ചാകാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. അവരുടെ രോഗം എങ്ങനെയുണ്ട്, അവരുടെ ചാകാറായോ, പെട്ടി മേടിക്കാനായോ, അവരുടെ മൂക്കി പഞ്ഞി വെക്കാറായോ എന്നൊക്കെ അറിയാൻ വലിയ ഇഷ്ടമാണ്. പക്ഷെ സങ്കീർത്തനക്കാരൻ പറയുക, നീ വല്ലവൻ്റെയും കാര്യം അറിയണ്ട, നീ ഇപ്പം നിന്റെ കാര്യം ഒന്നറിയണം. എൻ്റെ അവസാനം, എനിക്കൊരവസാനമുണ്ട്, എൻ്റെ അവസാനത്തെയും എത്രയെന്നതിനെയും എന്നെ ഒന്നറിയിക്കണമേ. എന്തിനാ അറിയിക്കേണ്ടത്? ഞാൻ എത്ര ക്ഷണികനെന്ന് ഞാനൊന്ന്, എന്നിലെ ആര്? ഞാനെന്ന് പറഞ്ഞാൽ നമ്മുടെ ദേഹവും ദേഹി ആത്മാവും കൂടെ കൂടുന്ന ഈ ഞാൻ, ഈ എന്നിലെ ആരറിയണം ഞാൻ എത്ര ക്ഷണികനെന്ന്? എൻ്റെ ആത്മാവല്ല അറിയേണ്ടത് എൻ്റെ ക്ഷണികത. എന്നെ താന്തോന്നിയാക്കുന്ന, തന്നിഷ്ടക്കാരനാക്കുന്ന, തല്ലുകാരനാക്കുന്ന, ലൗകികനാക്കുന്ന, മായാവിയാക്കുന്ന, വ്യഭിചാരിയാക്കുന്ന, പരസംഗക്കാരനാക്കുന്ന, സിനിമ കാണിക്കുന്ന, കള്ളപ്പണം ഉണ്ടാക്കുന്ന, ദ്രവ്യാഗ്രഹിയാക്കുന്ന ജഡം. ചിലതിനോടൊക്കെ നമ്മൾ ചിലരോടൊക്കെ പറഞ്ഞു കണ്ടില്ലേ, നിന്നെ ഞാൻ കാണിച്ചു തരാടാ. ആത്മാവിലാണോ ആ വാക്ക്? ആരിലാ പറയുന്നത്? ജഡമാ. ഭാര്യ വഴക്കുണ്ടാക്കി കഴിയുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പറയുമ്പോൾ പറയില്ലേ, ഇടിച്ച് ഞാൻ നിന്നെ സ്റ്റാമ്പാക്കി കളയും. കമ്മറ്റിക്കകത്തടി, കമ്മറ്റി കൂടുമ്പം പിണക്ക്, ഭാര്യയോട് പിണക്ക്, തന്തയ്ക്ക് നിളക്കിട്ടടി, ഉപദേശിമാരെ തല്ലുന്നു.
അപ്പോൾ കേട്ടല്ലോ, ആഡംബര ജീവിതം നയിക്കുന്ന ക്രിസ്ത്യാനികൾ സൂക്ഷിക്കുക, കുറച്ച് ചവിട്ടി കയറുമെന്നാണ് ദേവദാസൻ പറയുന്നത്. ഇതിനകത്ത് കാര്യമുണ്ടോ ഇല്ലേ, നിങ്ങൾ തന്നെ പറയുക. എന്തായാലും ബൈബിൾ വായിക്കുന്നു, ഒരു സാധാരണ ജീവിതമാണ് യേശു കർത്താവ് നടത്തിയത്, ഒരു സാധാരണ ജീവിതമാണ് യേശുവിന്റെ ശിഷ്യന്മാർ ജീവിച്ചത്. അതുപോലെ തന്നെ ആയിരിക്കണം യേശുവിനെയും യേശുവിന്റെ അനുഗമിക്കുന്ന ശിഷ്യന്മാർ ചെയ്ത മാതൃക പറയായിരിക്കണം മറ്റും ക്രിസ്ത്യാനികൾ. എന്നാൽ ഇതെല്ലാം മാറി ആഡംബരത്തിന്റെ കുത്തുഴിയിൽപ്പെട്ട് ആൾക്കാർ സ്വന്തം വഴി ജീവിക്കുമ്പോൾ ഈ പ്രസംഗം വിലയേറാണെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വലിയ ശുശ്രൂഷയും എളിയ ജീവിതവും, അതാണ് എന്റെയും കാഴ്ചപ്പാട്. ഇതിനെക്കുറിച്ച് കമന്റുകൾ അറിയിക്കുക. God bless you.